തൃശൂർ തേക്കുംകാട് മൈതാനത്ത് പുതുവർഷത്തലേന്ന് വൈകിട്ട് 14കാരനും 15കാരനും 30കാരനെ കുത്തിക്കൊന്നു. തൃശൂർ തേക്കുംകാട് മൈതാനം പാലിയം റോഡില് 31-ാം തീയതി പുതുവർഷത്തിന്റെ തലേന്ന് വൈകിട്ടാണ് ഈ സംഭവം. അവിടെ പാലിയം റോഡിൽ താമസിക്കുന്ന ലിബിൻ എന്ന് പറഞ്ഞ ആള്, ലിബിൻ ഡേവിഡ്, അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ 2 പയ്യന്മാര് 2 കുട്ടികള് 14 വയസ്സും 15 വയസ്സുള്ള 2 പേര്, അവരുടെ കൂടെ 2 പെൺകുട്ടികളും ഉണ്ട്. അവരും മൈനർ ആയിരിക്കാം. തേക്കുംകാട് മൈതാനത്തിലേക്ക് നടന്നു പോകുന്നു. ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുവാൻ സാധ്യതയുണ്ട്. ഇത് 2 കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. ഇത് ചലഞ്ച് ചെയ്തു ലിബിൻ ഡേവിഡ്. എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പം അവർക്കത് പിടിച്ചില്ല. ചെറുപ്പക്കാരാണ്, മൈനറാണ്. ആ 14കാരനുമായിട്ട് വാക്കുതർക്കമായി. അവസാനം അവൻ്റെ കയ്യിൽ ഇരുന്ന കത്തി കൊണ്ട് ലിബിൻ്റെ നെഞ്ച് നോക്കി കുത്തി. ഒറ്റ കുത്തിന് ലിബിൻ താഴെ വീണു. ഇത് കണ്ട് പലരും ഓടിക്കൂടി. 14കാരനെ നാട്ടുകാർ പിടിച്ചു. മറ്റവൻ ഓടി. 15കാരനെ ഓടിച്ചിട്ട് കുറച്ച് ദൂരെ നിന്ന് നാട്ടുകാർ പിടിക്കുകയും ചെയ്തു. ലിബിനെ പാലിയം റോഡിൽ തന്നെ താമസിക്കുന്ന ലിബിൻ അവിടെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആള് മരിച്ചിരിക്കുന്നു. കറക്റ്റ് നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിരിക്കുന്ന കത്തി. പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പം ലിബിൻ എന്നയാള് ഇവരെ കത്തിയെടുത്ത് കുത്താൻ വന്നു. ഇവർ കത്തി പിടിച്ചു വാങ്ങി സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തി എന്നാണ് പറയുന്നത്. നല്ല വാദഗതിയാണ്, അത് കൊള്ളാം എന്നെനിക്കും തോന്നി. പക്ഷേ കത്തി ലിബിൻ്റെ അല്ല, പോലീസിൻ്റെ അന്വേഷണത്തിൽ കത്തി ലിബിൻ്റെ അല്ല. ഈ 14കാരൻ ഓൺലൈനിൽ വാങ്ങിച്ച കത്തിയാണ്. അത് മടക്കാൻ പകരയുടെ കത്തിയാണ്. കയ്യിലിരിക്കുന്ന അറിയില്ല, മടിയിലിരിക്കുന്ന അറിയില്ല. ആ കത്തി കൊണ്ടാണ് കുത്തിക്കൊന്നിരിക്കുന്നത്. ഈ 14കാരനെ അവിടുത്തെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട കുട്ടിയാണ്. സ്കൂളിലെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരിക. അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവിടെ തന്നെയുള്ള ഒരു കുട്ടിയെ കത്തിയെടുത്ത് കുത്താൻ പോയി. അതുകൊണ്ട് ഇവനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവൻ്റെ കൂടെയുള്ളവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇവർ ക്രിമിനലാണ്, ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. 14 വയസ്സേ ഉള്ളൂ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. മുതിർന്ന 21 വയസ്സ് പ്രായപൂർത്തിയായ ആൾക്കാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നു. അങ്ങനെയാണ് ആ പെൺകുട്ടികളെ വളച്ചു ഇവർ കൊണ്ടുപോകുന്നത്. അപ്പം അതാണ് ലിബിൻ ഇടപെടാനും കാരണം. ഇവരും മൈനറാണ്, പെൺകുട്ടികളും മൈനറാണ്. ഏതായാലും തൃശ്ശൂരിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും 14 വയസ്സുകാരൻ ഇതുപോലൊരു മർഡർ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇയാളുടെ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രം 14 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ഇയാളുടെ പിതാവ് ഒരു ഗുണ്ടയായിരുന്നു. പിതാവിനെ ഒരാളെ കുത്തിക്കൊന്നിട്ടുണ്ട്. ആ കേസും ബഹളം നടക്കുമ്പോൾ തിരിച്ച് അവർ ഇയാളെ കുത്തിക്കൊല്ലുകയായിരുന്നു ഉണ്ടായെന്ന് മനസ്സിലാവുന്നു. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഈ 14കാരൻ ജനിച്ചതും. പിതാവിൻ്റെയും മറ്റുള്ളവരെയും അവരുടെ പിതാവിൻ്റെ കൂട്ടുകാരുടെയും മറ്റു പ്രവൃത്തി മൂലം അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഇയാളും ചെയ്യും. നമുക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വസ്തുക്കൾ അവൈലബിൾ ആണ്. പോലീസും നാട്ടുകാരും അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ ശ്രമിച്ചാലൊന്നും നടക്കുന്നില്ല. അവരെയൊക്കെ വെട്ടിച്ച് യഥേഷ്ടം ഡ്രഗ്സ് കോളേജ് പരിസരത്തും സ്കൂൾ പരിസരത്തും എത്തുന്നു, കുട്ടികൾ ഉപയോഗിക്കുന്നു. അവിടുന്ന് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കുട്ടികളെല്ലാം ലഹരിയുടെ പിടിയിൽ നിന്നാണ് അവർ അവിടെ വിട്ടുപോകുന്നത്. ഇവിടെ നമുക്ക് ഈ സംഭവമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പല സ്കൂളുകളിൽ നല്ലൊരു ശതമാനം കുട്ടികൾ ഇപ്പോൾ ഡ്രഗ്സ് അടിക്കുന്നുണ്ട്. അവിടെ എത്ര കർശനമായ നിരീക്ഷണം ഉണ്ടായാലും ശരി, ഡ്രഗ്സ് അവിടെ വരുന്നുണ്ട്, അത് വിൽക്കുന്നുമുണ്ട്. പൈസ ഇല്ലാതെ വരുന്ന ഒരു കുട്ടിക്ക് അല്പം ഡ്രഗ്സ് വേറൊരാളിൽ കൊടുത്താൽ ആ വിൽപ്പനക്കാരൻ ഈ കുട്ടിക്ക് പൈസ കൊടുക്കും, നല്ല സംഖ്യ കൊടുക്കും. അപ്പം അങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സ്കൂളും കോളേജിൻ്റെ പരിസരത്ത് ഇത് സുലഭമാണ്. അത് പോലീസും എക്സൈസും ഒക്കെ വളരെയധികം കേസുകൾ പിടിക്കുന്നുണ്ട്. വളരെയധികം ഡ്രഗ്സുകൾ അവർ സീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും കുട്ടികൾക്ക് യഥേഷ്ടം ഈ ലഹരി വസ്തുക്കൾ കിട്ടുന്നുള്ളതാണ്. ഈ 14കാരനെ തീർച്ചയായിട്ടും ഒരു 21-22 വയസ്സുകാരൻ്റെ ആരോഗ്യം ഉണ്ടാവാം,
അല്ലെങ്കിൽ ലൈംഗിക ശേഷി അതുപോലെയാണ്. അങ്ങനെയൊക്കെ ഏർപ്പെടുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും. ഇവര് ഇപ്പം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഇവൻ്റെ കത്തി ഇവൻ ഓൺലൈനിൽ വരുത്തി അത് കൊണ്ട് നടക്കുന്ന കത്തിയാണ്. അത് വളരെ ഷാർപ്പാണ്. ഓൺലൈൻ കത്തി നമുക്കറിയാം. അത് ഉപയോഗിക്കുകയാണ് ഈ പയ്യൻ. മാർക്കോ പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ട് അത് നിരോധിക്കേണ്ട സിനിമയാണെന്ന് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്. അതുപോലെ വയലൻസ് ആണ് അതിൻ്റെ അകത്ത്. ശരീരഭാഗങ്ങൾ വെട്ടിക്കീറുകയും കുട്ടികളെ കെട്ടിത്തൂക്കി കൊല്ലുകയും ആളെ തലക്കടിച്ച് കൊല്ലുന്ന രംഗങ്ങളൊക്കെ സുലഭമാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ കൊല്ലുന്ന ആ ഗാംഗിലെ ആൾക്കാർ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരും അവർ നല്ല ഗ്ലാമറുള്ള ആളായിട്ടാണ് സിനിമയിലെ പര്യവസാനം. അങ്ങനെയുള്ളവർക്കൊരു ഗ്ലാമറുണ്ട്. ആ ക്രിമിനാലിറ്റിയിൽ ഉൾപ്പെട്ട ഇതുപോലെയുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന നായക നടന്മാർക്കൊക്കെ സമൂഹത്തിൽ കുട്ടികളുടെ മുമ്പിൽ നല്ല ഗ്ലാമറാണ്. അതേ രീതി ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. കാരണം കുട്ടികൾക്ക് പക്വതയായിട്ടില്ല. ഈ ഒരു കുട്ടിയുടെ തന്നെ നമുക്കറിയാം, 14 വയസ്സുകാരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അവൻ്റെ അപ്പൻ ചെയ്ത പ്രവൃത്തി തന്നെ അവൻ ചെയ്യുന്നത്. അപ്പനെ കുത്തി കൊല്ലുമായിരുന്നു. ഇവരെന്തായാലും അവർ ഓൺലൈനിൽ കത്തി വാങ്ങിച്ചെന്ന് കണ്ടെത്തി. എന്നാൽ അവർ പറഞ്ഞ ഡിഫൻസ് നമ്മൾ ആലോചിച്ചോണം. അയാളുടെ കത്തി അയാൾ ഞങ്ങളെ കൊല്ലാൻ വന്നപ്പം ഞങ്ങൾ അത് തിരിച്ചു വാങ്ങി കുത്തി, സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തി എന്ന് പറയുമ്പോൾ നല്ലൊരു വക്കീലിൻ്റെ ഡിഫൻസാണ് വന്നിരിക്കുന്നത്. അത് ഈ കുട്ടികൾ ബോഷ സ്കൂളിൽ കിടന്നവനാണ് ഇവൻ. ഇപ്പം വീണ്ടും ബോഷ സ്കൂളിലേക്ക് പോവുക. അവരെ റിമാൻഡ് ചെയ്തു, ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി, കുട്ടികളുടെ കോടതിയിൽ തന്നെ ഹാജരാക്കി. രണ്ടുപേരെ റിമാൻഡ് ചെയ്തു, ബോഷ സ്കൂളിലേക്ക് മാറ്റി. കൊലക്കുറ്റത്തിനാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 302 IPC പ്രകാരമുള്ള കുറ്റം തന്നെ. അപ്പോൾ അതുകൊണ്ട് ശിഷ്ടമുള്ള കാലം ഇവർ ബോഷ സ്കൂളിൽ തന്നെ കഴിയുന്നതാണ്. സമൂഹത്തിലോട്ട് ഇറക്കി വിടാൻ കഴിയില്ല. കാരണം സ്കൂളിലും ഇവർ പഠിച്ച സ്കൂളിൽ നിന്ന് ഇവരെ പുറത്താക്കുമായിരുന്നു രണ്ടുപേരും. എന്നിട്ടും നന്നായില്ല. വീണ്ടും വീണ്ടും കുറ്റകൃത്യത്തിലേക്ക് വന്ന് ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾ ജനനം എടുത്തു കഴിഞ്ഞു. നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല, അവരെ ഡിഫെൻഡ് ചെയ്യും, നമ്മളെ കുത്തും, നമുക്കെതിരായിട്ട് എന്ത് വേണം ചെയ്യും. അതൊക്കെയാണ് അവർ സിനിമയിൽ നിന്ന് കണ്ടുപഠിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിഫൻസും അവർ പഠിച്ചു കഴിഞ്ഞു. അതൊരു പ്രൈവറ്റ് ഡിഫൻസാണ്. എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ തിരിച്ചു കുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയത്ത് വെപ്പൺ പോലും അവൻ്റെതാണെന്ന് പറഞ്ഞില്ല. അത് പോലീസ് കണ്ടെത്തിയതാണ്. അവനെ ഓൺലൈനിൽ വാങ്ങിച്ചാണെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഈ വെപ്പൺ. അപ്പോൾ അത്ര കൃത്യമായി ക്രിമിനാലിറ്റി ചെയ്യാനുള്ള പക്വതയും പാകതയും വലിയവരെ പോലെ തന്നെ കുട്ടികളും സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കുട്ടികൾ പല സ്കൂളുകളിലും ധാരാളം പേരുണ്ട്. അവരെ നേരത്തെ തന്നെ അവരെയൊക്കെ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യണം. മാതാപിതാക്കൾ അമാന്തം കാണിക്കരുത്. കാരണം കുടുംബം നശിക്കും. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ അവർ ചെയ്യും. അതിനവർക്ക് മടിയില്ല, അറിവില്ല അവർക്ക്. അതുകൊണ്ട് അതിൻ്റെ തിക്തഫലം എന്താണെന്ന് അവർ മനസ്സിലാകുന്നു. ആ കുടുംബം നശിക്കും, ഇവനും നശിക്കും. ബോഷ സ്കൂളിൽ ആണ് ഇവനെ അയക്കുന്നെങ്കിലും കുട്ടികളാന്ന് പറഞ്ഞ പലരും വിടും. അങ്ങനെ വിടാൻ സാധ്യതയില്ല. 12 വയസ്സിനും 18 വയസ്സിനിടയ്ക്കുള്ള മൈനർ കുട്ടികൾ മർഡർ ചെയ്താൽ തീർച്ചയായിട്ടും അത് കോടതി ക്ഷമിക്കില്ല, ഇന്ത്യൻ നിയമം ക്ഷമിക്കില്ല. അവർ ഏകദേശം വർഷക്കണക്കിന് ബോഷ സ്കൂളിൽ തന്നെ കഴിയേണ്ടി വരും. കാരണം 12 വയസ്സിനകത്തുള്ള മൈനറായ ഒരു കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പം നമുക്ക് കോടതി വിട്ടുവീഴ്ചയും ശിക്ഷിക്കാനുള്ള വകുപ്പില്ല. പല കുട്ടികൾ ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്തിട്ട് അവരുടെ മാതാപിതാക്കളും കുട്ടികളല്ലേ, പോലീസും പറയും കുട്ടികളല്ലേ, അങ്ങനെ അവരെ മടക്കി അയക്കുന്ന കാഴ്ച നമ്മൾ കാണും. പക്ഷേ ദുർഗുണ പരിഹാരശാലയിൽ അയച്ചേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ പോയെങ്കിൽ ചില കുട്ടികൾ കറക്റ്റ് ചെയ്ത് തിരിച്ച് നല്ല രീതിയിലായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ പഠിച്ചിട്ട് വരും അവർ. പക്ഷേ ചിലർ അവിടെ കൂടെ പോയാൽ വീണ്ടും നല്ല ക്രിമിനലായിട്ട് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം, മോണിറ്റർ ചെയ്യണം, അവരുടെ കൂട്ടുകെട്ട് നോക്കണം, സ്കൂളിലെ ഡ്രഗ്സ് കൊണ്ടുവരുന്നവരായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം. അത് മാതാപിതാക്കളും സ്കൂളുകൾ സന്ദർശിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുകയുള്ളൂ.